ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കറിക്ക് മീനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു പച്ചക്കറിയും നമുക്ക് ഇന്നൊരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ രസത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. രസമെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തക്കാളി ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു 3-4-5 വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു സ്പൂണോളം പിന്നെ കുരുമുളക്, ഇത്തിരി ജീരകം, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, പിന്നെ കായ്മുളക്, കരിവേപ്പില, കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കായപ്പൊടിയാണ്. പിന്നെ ഉലുവ, വെളിച്ചെണ്ണ, കടുക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം പിന്നെ ഞാൻ ഈ മുറിച്ച് വെച്ച ഒരു തക്കാളിയും ഈ സാധനങ്ങളും ഒന്ന് മിക്സിയിൽ നമുക്ക് ചതച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ലപോലെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് കുറച്ച് ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് ചൂടാകട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ട് ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് വറ്റൽ മുളകും കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സാധനം കൂടി ചേർക്കാനുണ്ട്. അതെന്തെന്നാണ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ രസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറേ സമയം തിളച്ച് മറിഞ്ഞൊന്നും പോണ്ട. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപ്പ് വേവിച്ചിട്ട് നല്ലോണം ഉടച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതുണ്ടെങ്കിലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഒരു പിഞ്ച് കഷ്ണം വെല്ലം. ഞാൻ ഇത്തിരി വെള്ളം ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ ഇതൊന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങി വെക്കാം. മല്ലിച്ചപ്പൂട്ടിട്ട് വാങ്ങി വെക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം ഉണ്ടാവും നമ്മൾ രസത്തിന്. പിന്നെ കായപ്പൊടി ഇടും. പിന്നെ കായ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കായ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് നമ്മളെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.